ഹലോ, അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്ക്. അപ്പം നിങ്ങളാക്കി ഇതെന്താ താത്ത ഇപ്പോഴാണോ നേരം വിളിച്ചതെന്ന് ഒന്നുമില്ല കേസ് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, പിന്നെ സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. നമ്മളെ പെരുന്നാൾ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ ചാച്ചുണ്ട്. ചാച്ചു പെരുന്നാളായതുകൊണ്ട് ഇനി മുടിയും അതേപോലെ താടിയൊക്കെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മാക്സി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാക്കും അതേപോലെ ഇത്താത്തക്കും. അപ്പോൾ അതിന് ഷോൾ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ് ഞാനും ചാച്ചും കൂടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് എന്താ പറയുക മത്താപ്പ് പുത്തിരി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വിചാരിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിതൊന്നും കത്തിക്കാറില്ല. പിന്നെ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മക്കൾക്കൊക്കെ രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതൊക്കെ പോയി വാങ്ങി. ഞാനും ചാച്ചും കൂടിയാട്ടോ പോയി വാങ്ങിയത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേസ്. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാനും ചാച്ചു നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ വേഗം പോവാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാച്ചു ആരാന്ന്. ചാച്ചുവിൻ്റെ ആങ്ങളെയാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് എൻ്റെയും അതേപോലെ ചാച്ചുവിൻ്റെയും പാൻ്റൊന്ന് അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു, ഷേപ്പാക്കാൻ കൊടുക്കാണ്ടായിരുന്നു. അല്ല കേട്ടോ, അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതും അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. പോന്നപ്പോൾ ഇതാ ഇവിടെ നൈസ് പത്തിരീൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈസ് പത്തിരി ഉമ്മയും താത്തയും ചോറായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നൈസ് പത്തിരി റൗണ്ട് ആക്കാനുള്ള പണി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു ഗൈസ്. ഈ നൈസ് പത്തിരി എന്ന് പറയുമ്പോൾ തിന്നാൻ നല്ല സുഖമാണെങ്കിലും എന്താ പറയുക, ഒരു 10 ഉണ്ടാക്കണമെങ്കിൽ തന്നെ നല്ലൊരു ടൈം എടുക്കും കേട്ടോ. നല്ല റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മത്താപ്പ് പുത്തിരി കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടി പോയിട്ടോ. മക്കളും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഇന്ന് രണ്ടും കത്തിച്ചിട്ട് നാളെ മക്കളെയും കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ കമ്പിത്തിരി കത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ഗൈസ്. മെഴുകുതിരി ആയതുകൊണ്ട് തന്നെ കമ്പിത്തിരി അങ്ങോട്ട് കത്തണില്ലായിരുന്നു. മറ്റേ സംഭവം വാങ്ങാൻ വേണ്ടി മറന്നുപോയി. അതാകുമ്പോൾ വേഗം കത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് കത്തിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്ത കൂടി കത്തിക്കാന്ന് വിചാരിച്ചിട്ട് വേഗം പോയി. പക്ഷേങ്കിൽ അടുത്ത കമ്പിത്തിരി എടുത്തപ്പോഴത്തേക്കും നമ്മൾ കത്തിച്ച കമ്പിത്തിരി അങ്ങോട്ട് കെട്ടുപോയിട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അടുത്ത കമ്പിത്തിരി കത്തിച്ച് എന്നിട്ട് വേറൊരു കമ്പിത്തിരിയും കൂടി അതിൻ്റെ കൂടെ കത്തിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം പിടിച്ച് പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ചാച്ചുവാ നീ കൂടി പിടിയെന്ന് പറഞ്ഞു കൊടുത്ത്. പിന്നെ താത്തയും ഉമ്മയും അവിടെ ജോറായിട്ട് നൈസ് പത്തിരീൻ്റെ പണിയായതുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവർ വന്നില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങോട്ട് കത്തിക്കാൻ വിചാരിച്ചു. പിന്നെ അതാ ഗൈസ് ഈ ഒരു പൂത്തിരി, ഇതിന് പൂത്തിരി എന്ന് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളെ ചതിച്ചു ഗൈസ്. 45 ഉറുപ്പിൻ്റെ പൂത്തിരിയാണ് ഈ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ചാച്ചു മെഴുകുതിരിയും കൊണ്ട് പോയപ്പോൾ ഈ പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കത്തി കേട്ടോ. ഇങ്ങനെ അതേപോലെ ചെറുതായിട്ടൊന്ന് കത്തി. പിന്നെ അത് കത്തണില്ലേ ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ ഈ പടക്കം തൂച്ചിപ്പോവാന്നൊക്കെ പറയില്ലേ, അതേപോലെ തൂച്ചിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാനും ചാച്ചും കൂടി കുറേ പേപ്പറൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കത്തിക്കാന്ന് വിചാരിച്ചു. 45 ഉറുപ്പിക വെറുതെ പോക്കണ്ടല്ലോ. അങ്ങനെ അവസാനം ഞാൻ അതിനെല്ലാം ഈ ബ്ലേഡൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഷേപ്പാക്കിയൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ ചാച്ചു പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പേപ്പർ വെച്ചിട്ട് കത്തിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പണി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ശ്രമിച്ചു കേട്ടോ. പക്ഷേങ്കിൽ അത് കത്തണില്ലായിരുന്നു. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് മെഴുകുതിരി വെച്ചിട്ട് അതിൻ്റെ തുച്ചത്ത് അങ്ങോട്ട് പൊടിച്ചു. എന്തോ ഭയം കൊണ്ട് പൊട്ടിത്തെറിച്ചില്ല. നല്ല രീതിയിൽ തന്നെ പൂത്തിരി കത്തിച്ചു. കേസ് 45 രൂപ മുതലായിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചാച്ചുനോട് ഞാൻ പറഞ്ഞു ഇതിനാണോ നീ ഇത്ര വലിയ സംഭവമാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓന് ഷെയ്നന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പെരുന്നാൾ ഈ തലേന്ന് തന്നെ എനിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചുമച്ച് കാറ്റ് മാത്രം വരുന്നുള്ളൂ എന്നൊരു സംശയം. സൗണ്ടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഒരു ഉഷാറില്ലായ്മ ഉണ്ട് കേട്ടോ വോയിസ് കൊടുക്കുമ്പം. അങ്ങനെ നമ്മൾ നിലച്ചക്രം കത്തിക്കുകയാണ്. ഈ നിലച്ചക്രം കത്തിക്കാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഏതോ ഒരു പെരുന്നാളിന് നമ്മൾ നിലച്ചക്രം കത്തിച്ച സമയത്ത് നിലച്ചക്രം പൊട്ടിത്തെറിച്ചു കേസ്. അന്ന് എല്ലാവർക്കും ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ചാച്ചു പറഞ്ഞു ഞാൻ കത്തിക്കില്ല, ഇതിന് വേണമെങ്കിൽ ഉപ്പനെ വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഉപ്പ പറഞ്ഞു നിങ്ങൾ കത്തിച്ചോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കത്തിച്ചു ധൈര്യത്തോടെ. എനിക്ക് ഭയങ്കര ധൈര്യമായിക്കൊണ്ട് അങ്ങനെ കത്തിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ നാളെ ഇടാം. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി മൈലാഞ്ചി ഇടണമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ എന്തെല്ലാന്നുള്ള അറിയില്ല. അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം എന്തായാലും നമ്മൾ ഈദ് വ്ളോഗ് വരും കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. ബൈ, സീ യു.